ഹലോ ഫ്രണ്ട്സ്, റൂം മേക്കോവർ സീരീസിലേക്ക് എല്ലാവരും വെൽക്കം ചെയ്യാണ്. വേറൊന്നുമല്ല, ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വൈറ്റ് ഗോസ്റ്റിനെ ഉണ്ടാക്കാമെന്നുള്ളതാണ്. അതായത് റൂമിലേക്ക് ഒരു ഡെക്കോറായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ പിക്ചർ ഞാൻ സൈഡിൽ കൊടുത്തേക്കാം. ഇത് ഉണ്ടാക്കാനായിട്ടുള്ള റോ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് 6 ബാംബൂ സ്റ്റിക്കാണ്. ഇത് വേറെ ഒന്നല്ല, നമ്മുടെ വൈറ്റ് ഗോസ്റ്റിനെ കുത്തി നിർത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് നമുക്ക് ജസ്റ്റ് ഇപ്പോൾ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് തന്നെയാണ്. ഇത് മാൻഡേറ്ററി അല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈർക്കിലൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ആൻഡ് ദ സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് ഫെവിക്കോളാണ്. ഫെവിക്കോൾ ഞാൻ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിലേക്ക് വെള്ളം കൂടെ ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിന് ടിഷ്യൂ വേണം കേട്ടോ. പിന്നെ വെള്ളം ഞാൻ നല്ലപോലെ ഇതിൽ മിക്സ് ചെയ്തെടുത്തിട്ട് വേണമെങ്കിൽ ഒരു പെയിൻറ്റ് ബ്രഷൊക്കെ വെച്ചിട്ട് നല്ലോണം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഞാൻ. ഇതിൽ നമ്മൾ ടിഷ്യൂ മുക്കിയിട്ടാണ് ഈ ബാംബൂ സ്റ്റിക്കിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. അപ്പോഴാണ് നമുക്ക് വൈറ്റ് ഗോസ്റ്റിൻ്റെ ഒരു ഇത് കിട്ടുക. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഫെയറി ലൈറ്റ്സ് ഫിറ്റ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. വർക്കൗട്ട് ആവുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇതിൻ്റെ പാർട്ട് 1 ആണ് ഞാൻ ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിലായിരിക്കും ഇന്നുണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ ഈ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഇതിനെ 4 സൈഡും ഇതുപോലെ മടക്കിയിട്ട് എടുക്കുക. അതായത് 2 പ്രാവശ്യം ഇതുപോലെ ഫോൾഡ് ചെയ്യണം. എന്നിട്ട് നമ്മൾ നേരത്തെ ആ ഫെവിക്കോളും വാട്ടറും കൂടി മിക്സ് ചെയ്ത ആ ഒരു വാട്ടറിലേക്ക് ഈ ടിഷ്യൂ പേപ്പർ നല്ല രീതിയിൽ ഡിപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ അതിലത്തെ ഏകദേശം കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതുപോലത്തെ 6 ഗോസ്റ്റിനെയാണ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ലാസ്റ്റത്തെ ആയിരുന്നു. അത് കാരണം അത്ര ഫെവിക്കോൾ ആയില്ല. എന്നിട്ട് ഞാൻ വീണ്ടും എക്സ്ട്രാ അതിൻ്റെ മുകളിൽ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഫെവിക്കോൾ ഉണ്ടായാലാണ് ഇത് ഒട്ടി നിൽക്കുകയുള്ളൂ, ആ ഒരു നല്ല കറക്റ്റ് ഫിഗറിൽ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ വീണ്ടും അത് ഉണ്ടാക്കേണ്ടി വന്നു. കുറച്ച് ഉണ്ടാക്കേണ്ട ഒരു മടിക്ക് ഞാൻ മാറ്റി വെച്ചതായിരുന്നു. പിന്നെ ഞാൻ വീണ്ടും അത് എടുത്തുണ്ടാക്കി. ആൻഡ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഇതുപോലെ മെഡിസിൻ്റെ വല്ല ബോട്ടിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതായത് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് വൈറ്റ് ഗോസ്റ്റിൻ്റെ ബോഡിയാണ്. അപ്പോൾ അതിൻ്റെ ഈ തലവശം വരുമ്പോൾ ജസ്റ്റ് ഉരുണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബോട്ടിലിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്. ഇത് വെച്ച് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൈ കൊണ്ടൊന്നും അങ്ങനെ ചെയ്തെടുക്കാൻ പറ്റില്ല. ഈവൻ നിങ്ങളിപ്പോൾ ഇങ്ങനെ വെച്ചാലും ബാംബൂൻ്റെ ഞാൻ ആ സ്റ്റിക്കിൻ്റെ മുകളിൽ വെക്കുമ്പോൾ അത് വീണ്ടും മാറിപ്പോകുന്നുണ്ടായിരുന്നു. എന്നാലും ചെയ്യുന്നതിന് ഒരു പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്ത് കണ്ടത്. ഇതുപോലെ റൗണ്ടായിട്ട് കിട്ടും. പിന്നെ ആ ബാംബൂൻ്റെ സ്റ്റിക്കിൻ്റെ മുകളിൽ വെക്കുമ്പോൾ ജസ്റ്റ് അതിൻ്റെ ഷേപ്പ് പോകുന്നുണ്ടായിരുന്നു. ഇത്രയും നേരം ഞാൻ ഉണ്ടാക്കാൻ നോക്കിയ സാധനം ഇതാണ്. ഇതുപോലെ നമ്മൾ ഓരോന്നും ചെയ്തെടുത്തിട്ട് ഡ്രൈ ആയതിനു ശേഷം ഇതിൻ്റെ ഉള്ളിൽ ഫെയറി ലൈറ്റ്സ് വെക്കും. ഇത്രയുള്ള വീഡിയോ, ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാം അങ്ങനെ. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.